ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് CF ആൻഡ്രൂസ്. ആ CF ആൻഡ്രൂസ് ശിവഗിരി മഠത്തിലെ സന്ദർശക ഡയറിയിൽ ഇങ്ങനെയാണ് എഴുതിയത്: I have seen God in human form. മനുഷ്യരൂപമെടുത്ത ദൈവത്തിനെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നൊരു ക്രിസ്ത്യൻ പാതിരി ഗുരുദേവനെ കണ്ടതിന് ശേഷം ശിവഗിരിയിലെ ആ സന്ദർശക ഡയറിയിൽ എഴുതിയിരിക്കുന്നു. അതിനുശേഷം CF ആൻഡ്രൂസ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ നോബൽ സമ്മാന ജേതാവായ റൊമൈൻ റോളൻഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ CF ആൻഡ്രൂസ് ഇങ്ങനെയാണ് ഗുരുദേവനെ പരാമർശിച്ചിരിക്കുന്നത്: I have seen our Jesus Christ walking through the shores of Arabian Sea. അറബിക്കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുന്ന നമ്മുടെ യേശുദേവനെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് CF ആൻഡ്രൂസ് റൊമൈൻ റോളൻഡിന് ഒരു കത്തെഴുതുകയും, അങ്ങനെ ആ കത്ത് കിട്ടിയ റോമൻ റോളൻഡ് ഈ ഭാരതത്തിലേക്ക് വരികയും അന്ന് ഭാരതത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഋഷിവര്യന്മാരെ കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹം ഗുരുവിന്റെ അടുത്തെത്തുകയും അങ്ങനെ ആ ഗുരുവിനെ കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ റൊമൈൻ റോളൻഡ് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് ഗുരുദേവനെ റൊമൈൻ റോളൻഡ് അങ്ങനെ വിശേഷിപ്പിച്ചത്? കർമ്മനിരതനായ സന്യാസി, ജ്ഞാനി ഓഫ് ആക്ഷൻ. അതായത് ഒരു സന്യാസിക്ക് ഒരിക്കലും ചേരാത്തൊരു വിശേഷണമാണ് റൊമൈൻ റോളൻഡ് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ സന്യാസിമാരെ എന്താ വിളിക്കുക? പൂജ്യനായ സ്വാമിജി അല്ലെങ്കിൽ സംപൂജ്യനായ സ്വാമിജി എന്നൊക്കെയല്ലേ നമ്മൾ വിളിക്കുക. പക്ഷേ റൊമൈൻ റോളൻഡ് ഗുരുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് ഗുരുദേവൻ കർമ്മനിരതനായത്? അപ്പൊ ഇവിടെയാണ് നമ്മൾ ഗുരുദേവന്റെ മറ്റൊരു ഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്.